ഓസ്ട്രേലിയയിൽ ആന്റണി ആൽബനീസ് സർക്കാർ തുടരും. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ആൽബനീസ് നേതൃത്വം നൽകുന്ന ലേബർ പാർട്ടി മേൽക്കൈ നേടി. ഇതോടെ ഓസ്ട്രേലിയയിൽ 21 വർഷത്തിനിടെ തുടർച്ചയായ രണ്ടാം തവണയും പ്രധാനമന്ത്രിയാകുന്ന നേട്ടം ആന്റണി ആൽബനീസ് സ്വന്തമാക്കി. 3 വർഷത്തേക്ക് കൂടിയാണ് ആന്റണി ആൽബനീസ് തുടരുക. ഓസ്ട്രേലിയയിൽ നിന്ന് സ്വരാജ് സെബാസ്റ്റ്യൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. വോട്ടെണ്ണൽ ആരംഭിച്ച് 5.5 മണിക്കൂറുകൾ പിന്നിടുമ്പോൾ ഓസ്ട്രേലിയയിൽ ലേബർ പാർട്ടി വീണ്ടും അധികാരത്തിലെത്തുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. നിലവിലെ പ്രധാനമന്ത്രിയായിട്ടുള്ള ആന്റണി ആൽബനീസി പ്രധാനമന്ത്രി പദം ഉറപ്പിച്ചിരിക്കുന്നു. 2004 ശേഷം തുടർച്ചയായി 2 ടേമുകളിൽ പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തുന്ന ആദ്യ വ്യക്തിയായി ആന്റണി ആൽബനീസി മാറുകയാണ്. ഏറ്റവും പുതിയ കണക്കുകളനുസരിച്ച് 86 സീറ്റുകളിൽ ലേബർ പാർട്ടി വ്യക്തമായ ഭൂരിപക്ഷം ഉറപ്പിച്ചിട്ടുണ്ട്. 40 സീറ്റുകളുമായി ലിബറൽ സഖ്യം പുറകിലാണ്. പ്രതിപക്ഷ നേതാവ് പീറ്റർ ഡട്ടൺ അദ്ദേഹം മത്സരിക്കുന്ന ഡിക്സൺ സീറ്റിൽ പുറകിലാണെന്ന് റിപ്പോർട്ടുകൾ വരുന്നു. തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ അഭിപ്രായ സർവേകളെല്ലാം ഇരു പാർട്ടികളും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു പ്രവചിച്ചിരുന്നത്. ഒരു തൂക്കും മന്ത്രിസഭയ്ക്ക് വരെ തെരഞ്ഞെടുപ്പ് വിദഗ്ധർ സാധ്യത കൽപ്പിച്ചിരുന്നു. ഈ പ്രവചനങ്ങളെയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ലേബർ പാർട്ടി വ്യക്തമായ ഭൂരിപക്ഷം നേടിക്കൊണ്ട് വീണ്ടും അധികാരത്തിലെത്തുന്ന കാഴ്ചയ്ക്കാണ് ഓസ്ട്രേലിയ സാക്ഷ്യം വഹിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ലേബർ പാർട്ടി മുന്നോട്ട് വച്ച തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ, നയങ്ങൾ ജനങ്ങൾ ഏറ്റെടുത്തു എന്ന് വേണം കരുതാൻ. കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഭവന വിപണിയിൽ വലിയ പ്രതിസന്ധി നേരിടുന്ന ഒരു രാജ്യമായിരുന്നു ഓസ്ട്രേലിയ. ഭവന വിപണിയെ ഉദ്ധരിക്കുന്നതിനായി $10 ബില്യൺ പദ്ധതിയാണ് ലേബർ പാർട്ടി പ്രഖ്യാപിച്ചത്. അത് ജനം ഏറ്റെടുത്തു. അതോടൊപ്പം ജീവിത ചെലവ് വലിയ ഒരു വിഷയമായിട്ട് വലിയൊരു ചർച്ചയായി മാറിയ ഒരു കാലഘട്ടമായിരുന്നു ഇത്. ജനങ്ങളുടെ ജീവിത ചെലവ് ലഘൂകരിക്കുന്നതിനായി സൂപ്പർ മാർക്കറ്റുകൾ അമിതമായി വില ഈടാക്കുന്നതിനെതിരെ ലേബർ പാർട്ടി മുന്നോട്ട് വന്നു. അത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ ജനങ്ങൾ ഏറ്റെടുത്തു എന്നാണ് തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. കുടിയേറ്റത്തിലും വ്യക്തമായ കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നു ലേബർ പാർട്ടിക്ക്. തികച്ചും വ്യത്യസ്തമായി കുടിയേറ്റത്തിന് പ്രതികൂലമായിട്ടുള്ള നിലപാടുകളുമായിട്ടാണ് ലിബറൽ സഖ്യം മുന്നോട്ട് വന്നത്. കുടിയേറ്റം 25% വെട്ടിക്കുറയ്ക്കുമെന്ന് ലിബറൽ സഖ്യം പ്രഖ്യാപിച്ചു. വളരെയധികം വിവാദങ്ങൾക്കും ചർച്ചകൾക്കും വഴിവെച്ച ഒരു തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു ആ പ്രഖ്യാപനം. അത്തരത്തിൽ ജനങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിലും തെരഞ്ഞെടുപ്പ് നയങ്ങളിലും ലിബറൽ സഖ്യം വളരെയധികം പുറകിൽ പോയി എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും വരുന്ന 3 വർഷം ലേബർ പാർട്ടി അധികാരത്തിൽ തുടരുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. ഓസ്ട്രേലിയയിൽ നിന്നും സ്വരാജ് സെബാസ്റ്റ്യൻ, 24.